സർ, ഈ ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ, കുമ്മാട്ടികൾ, വേലകൾ, പൂരങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്താൻ, സ്റ്റേജ് പ്രോഗ്രാം നടത്താൻ, വാദ്യകലാകാരന്മാരുടെ വാദ്യം അവതരിപ്പിക്കാനൊക്കെ നിയന്ത്രിതമായ സമയമാണ് 10 മണി വരെ. സർ, അതിൽ 1 മണിക്കൂറെങ്കിലും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് എന്റെ ചോദ്യം. പ്രിയ കൂട്ടുകാരെ, നമസ്കാരം. നമ്മുടെ കേരളത്തിന്റെ നിയമസഭയിൽ പോലും എത്തിയിരിക്കുകയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെയും പള്ളികളുടെയും അവിടുത്തെ കലാപരിപാടികളുടെ സമയദൈർഘ്യം 10 മണിക്ക് കൊണ്ട് നിർത്തണമെന്നുള്ള ഒരു ഉത്തരവ്. അത് നിയമസഭയിൽ ചർച്ച ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് നമ്മളിപ്പോ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവങ്ങളിലും അതുപോലെ പള്ളികളിൽ പെരുന്നാളിനൊക്കെ പോകുമ്പോഴത്തേന് നേരത്തെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വീട്ടിലെ ജോലികളെല്ലാം തീർത്തൊരു 9 മണി അല്ലെ 10 മണിയോടുകൂടി ക്ഷേത്രത്തിൽ ചെന്നാൽ മതിയായിരുന്നു. ഈ സ്ഥാനത്ത് ഇപ്പം 7 മണിക്കൊക്കെ ഗാനമേള തുടങ്ങുന്നത്. അപ്പം നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ 7:30-ക്കൊക്കെ പരിപാടി തുടങ്ങിയ പല ക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേന് ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെ സംബന്ധിച്ച് പണ്ടൊക്കെ ഒരു 4-5 സ്റ്റേജൊക്കെ ആയിരുന്നു ഒരു ട്രൂപ്പിന് കിട്ടിക്കൊണ്ടിരുന്നത്. ഗാനമേളയ്ക്കാണേലും നാടകത്തിനാണേലും ഒക്കെ സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പോയിട്ട് അവര് കഷ്ടിച്ച് ഒരു സ്റ്റേജ് കളിച്ചാൽ തന്നെ ഭാഗ്യമെന്ന് കണക്കൂട്ടിയിരിക്കുക. കാരണം ക്ഷേത്രങ്ങളിലെ ചടങ്ങ്, ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. ക്ഷേത്രങ്ങളിലെ ചടങ്ങ് തീരുമ്പോഴത്തേന് ഏറെക്കുറെ 9 മണിയൊക്കെ ആവും. ഈ അവിടുത്തെ ക്ഷേത്ര ആചാരങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞു വരുമ്പോഴത്തേന്. പള്ളികളിൽ മാത്രമേ ഉള്ളൂ നേരത്തെ തീരത്തുള്ളൂ. ആ സമയത്ത് പള്ളികളിലൊക്കെ എന്ന് പറഞ്ഞാൽ 7 മണിക്ക് ഒരു പ്രോഗ്രാം അല്ലെ 7:30 എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് തുടങ്ങാൻ പറ്റും. കഴിഞ്ഞ ദിവസം തിരുനക്കരയിൽ ഒരു ഗാനമേള നടന്നത് 10 മണിക്കാണ് നടന്നത്. അപ്പം 10 മണിക്ക് നടന്ന് 11:30 കഴിഞ്ഞപ്പോഴത്തേന് അത് നിർത്തിവെക്കേണ്ടി വന്നു. അപ്പം അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അപ്പം നമ്മുടെ കേരളത്തിലെ നിയമസഭയിൽ ഈ വിഷയം പല മന്ത്രിമാരും അവിടെ ചർച്ച ചെയ്യുകയും, അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്തൊരു സഭയിലുണ്ടായ ഒരു ചർച്ചയാണ്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ കുറച്ച് വാക്യങ്ങളുണ്ട്, അതിന് മറുപടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇതിനെതിരൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കാലങ്ങളിലായിട്ട് പല ക്ഷേത്രങ്ങളിലും മൈക്ക് വെക്കുന്നുണ്ട്, പാട്ട് വെക്കുന്നുണ്ട്, ക്ഷേത്രങ്ങളിലും പള്ളികളിലും അതുപോലെ മുസ്ലിം പള്ളികളിലും എല്ലാം വെക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഒന്നും ഇല്ലെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. കാരണം അതൊക്കെ ഒരു പണ്ട് കാലം തൊട്ടേയുള്ള ആചാരത്തിന്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ നമ്മളിപ്പം അമ്പലത്തിലാണെങ്കിൽ സുപ്രഭാതം വെക്കുന്നു, അതൊക്കെ കേട്ട് നമ്മൾ ആ മൈൻഡിൽ എടുക്കുന്നത്. അപ്പം പള്ളികളിൽ നിന്നുള്ള പ്രാർത്ഥന കേൾക്കുന്നു, അത് നമ്മൾ വളരെ ഇതായിട്ട് എടുക്കുന്നത് മുസ്ലിം പള്ളികളിൽ നിന്നൊക്കെ. പക്ഷെ അതിനൊക്കെ വെറുപ്പ് കാണിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അത്രത്തോളം വൈകൃതം ബാധിച്ചെന്നുള്ളതിനൊരു സൂചനയാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ സിനിമാ താരം മോഹൻലാൽ ശബരിമല ദർശനം നടത്തി. അപ്പം അവിടെ പുള്ളി എന്തിനാണ് വന്നത്? അപ്പൊ അന്നേരം തൊട്ട ചിന്തയാണ് മോഹൻലാൽ എന്തിന് ശബരിമലയിൽ വന്നു. ഓരോ മനുഷ്യർക്കും ഓരോരോ ആവശ്യങ്ങളും എല്ലാം ഉണ്ട്. ഓരോരോ നേർച്ചയുടെ ഭാഗമായിട്ടൊക്കെ ക്ഷേത്രങ്ങളിൽ വരുന്നത്. അന്നേരം ചിന്തിക്കുന്നത് എന്തിനു വന്നു. അപ്പൊ അവസാനം അതിന്റെ ഉത്തരം കണ്ടെടുത്ത് മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. അപ്പൊ മമ്മൂട്ടിയുടെ നാളിൽ അവിടെ വഴിപാട് ചെയ്തു. അതിന്റെ രസീത് അന്നേരം തന്നെ വെളി വന്നു മമ്മൂട്ടിയുടെ ഇത് വെച്ചുകൊണ്ട്. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ എന്തേണ്ട ഓരോരോ വിശദീകരണമായിട്ട് അതൊരു വിവാദമായിട്ട് മാറിയിരിക്കുകയാണ്. എന്തിനാണ് ഇതിന്റെയൊക്കെ പുറകെ പോകുന്നത്? അപ്പം അവര് ഇതുപോലെ രസീത് കൊടുക്കും, അതൊക്കെ അവിടെ നടപ്പുള്ള കാര്യമാണ്. ആരുടെ പേരിൽ അവിടെ വഴിപാട് കൊടുത്താലും ദേവസ്വം രസീത് കൊടുക്കും. അവിടെ ഒളിച്ചും മറയൊന്നും ദേവസ്വം ക്ഷേത്രങ്ങളിലും ഇല്ല, ഒരു ക്ഷേത്രങ്ങളിലും ഇല്ല, ഒരു പള്ളിയിലും ഇല്ല. അതൊക്കെ അന്നേരം വെളിവ്, അത് ആരോ വെളിയിൽ വിട്ടു, അന്നേരം തന്നെ ഒരു വിവാദമായി. അന്നേരം ഇപ്പാണ്ട് ഇന്നലെ ഒരാൾ പറഞ്ഞിരിക്കുന്നു മമ്മൂട്ടി അതിനെന്തോ ഈ മുസ്ലിങ്ങൾക്ക് എന്തോ ആചാരമുണ്ട് ഇങ്ങനെ വേറൊരാളുടെ പേര് വഴിപാട് നടത്തുക. ഇവരുടെയൊക്കെ മനസ്ഥിതി എന്താന്നുള്ള ഞാൻ ആലോചിക്കുന്നത്. കഴിഞ്ഞ ഇടയ്ക്ക് 2019 കോവിഡ് വന്നപ്പോഴത്തേന് അന്ന് ഇതുപോലെയുള്ള ഒരു ആചാരങ്ങളും ഇല്ല, അനുഷ്ഠാനങ്ങളും ഇല്ല, പള്ളിയില്ല, അമ്പലമില്ല, ഒന്നുമില്ല. ആരെങ്കിലും ഒന്ന് രക്ഷിച്ചാൽ മതി എന്ന് പറഞ്ഞ് കിടന്ന് കരയുന്ന ആൾക്കാരെയാണ് നമ്മൾ കണ്ടത്. അന്ന് JCB ആണ് ശവം മറവ് ചെയ്ത്. ഒരു പ്രാർത്ഥനയില്ല, ഒരു തിരുമേനിമാരും ഇല്ല, ഒരു അച്ഛന്മാരും ഇല്ല, ഒന്നും കർമ്മം ചെയ്യാൻ ഒന്നുമില്ലാതെ JCB-കാരനടക്കി. എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതുപോലെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പെരുന്നാളുകളില്ലാതെ അടച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ഒന്നുമില്ല. ഇതൊക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നതല്ലേ. ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു മേലായിക വന്നു കഴിയുമ്പോഴത്തേന്, ആശുപത്രി ചെന്ന് കഴിയുമ്പോഴത്തേന് ബ്ലഡ് വേണമെന്ന് പറയുമ്പോഴത്തേന് അന്നേരം ഈ ചിന്തകളൊന്നുമില്ല. ആരെങ്കിലും കിട്ടിയാൽ മതി. അന്നേരം മാത്രമേ ഉള്ളൂ ഈ ഐക്യവും സ്നേഹവും ഒക്കെ. അല്ലാത്തപ്പോഴൊക്കെ ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യർ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാക്കും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ആവശ്യമായ ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നതാണ് എന്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM, സാധാരണഗതിയിൽ നമ്മുടെ ഉച്ചഭാഷണി ഉപയോഗിക്കുന്നതിലും മറ്റും ഒരു പൊതു നിയന്ത്രണം എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. 10 മണിക്ക് ശേഷം സാധാരണ ജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കത്തക്ക രീതിയിൽ ഉച്ചഭാഷണികൾ ഉണ്ടാകരുത് എന്ന് പൊതുവെ എല്ലാവരും താല്പര്യപ്പെടുന്നതാണ്. പക്ഷേ നമ്മുടെ നാടിന്റെ ചരിത്രമെടുത്താൽ ആ ചരിത്രത്തിന്റെ ഭാഗമായി കിടക്കുന്നതാണ്
ഇത്തരം ഉത്സവങ്ങളും പരിപാടികളുമൊക്കെ. ആ ഉത്സവങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് സ്വാഭാവികമായി ചില പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത് ആ പ്രദേശത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി നിൽക്കുന്നതാണ്. ആ പ്രദേശത്ത് ആ മൈക്ക് ഉച്ചഭാഷിണിയുടെ ശബ്ദം കേൾക്കുന്നതിൽ വലിയ തോതിലുള്ള അലോസരം അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുകയുമില്ല. കാരണം കാലാകാലമായി, എത്രയോ കാലമായി, തലമുറകളായിട്ട് അനുഭവിച്ചു വരുന്നൊരു കാര്യമാണത്. അതിന് തടസ്സമുണ്ടാക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റണം എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളും കൂടെ നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ ഇതിന് ആർക്കാണ് ഇത്ര തിടുക്കം? ഈ 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കാൻ ആർക്കാണ് ഇത്ര തിടുക്കമെന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അതിനൊരു വിശദീകരണം കിട്ടുമായിരുന്നു, നല്ലതായിരുന്നു. ഏറ്റവും കുറഞ്ഞ ക്ഷേത്രങ്ങളിലൊക്കെ ഒരു 12 മണി വരെയെങ്കിലും പ്രോഗ്രാമിനുള്ള അവസരം കൊടുക്കണം, ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ. അത് നിങ്ങൾക്കറിയരുത്, നമ്മളൊരു ജോലിക്കാരൊക്കെ ആയിട്ടാണെങ്കിലും വീട്ടിലെ ജോലികളെല്ലാം തീർത്ത് കുറച്ച് സമയമല്ലേ, വർഷത്തിൽ ഒരു ഉത്സവവും പെരുന്നാളും ഒക്കെ ഉള്ളൂ, അതുപോലും ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്?